Good morning, sir. Okay, Soumya, good morning. Jini Joni, good morning. Arya, good morning. Kirtana, good morning. Okay. Okay, Kirtana. Okay. നല്ല വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ല. Yes. നമ്മൾ ലാസ്റ്റ് കണ്ടത് 15:04 അല്ലേ? 15:04 Yes. നമുക്ക് ആരംഭിക്കാം അല്ലേ? ഹൈപ്പർ ന്യൂട്ടൺ. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടെൻസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാസീവ് വോയിസിലേക്ക് നമ്മൾ കടന്നു. പാസീവ് വോയിസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു 5 ടൈപ്പ് വാചകങ്ങളുടെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ സിമ്പിൾ പ്രസന്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ 5 വാചകങ്ങളുടെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഓബ്ജക്റ്റ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ ആർ എഴുതി. പിന്നെ വെർബിന്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം എഴുതുക എന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേർ എഴുതി, പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അടുത്തത് നമ്മൾ നോക്കിയത് സിമ്പിൾ ഫ്യൂച്ചറിന്റെയാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് സനില. നമ്മൾ പറഞ്ഞു ഓബ്ജക്റ്റ് ആദ്യം എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, ബി എഴുതി, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ആ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേർ ചേർക്കുന്നു, പ്ലസ് ബി ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 മൂന്നാമത്തെ ഫോം എഴുതുന്നു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലേക്ക് കിടക്കുകയാണ്. അതിന്റെ ഒരു പാസീവ് വോയിസിലേക്ക് നമുക്ക് കിടക്കാം. യെസ്. അപ്പൊ ഞാനൊരു വാചകം കൂടെ പറയുകയാണ്. ഷീ ഹാസ് ടേക്കൻ ഇറ്റ് എന്നൊരു പറയാം. ഷീ ഹാസ് ടേക്കൻ ഇറ്റ്. ഷീ ഹാസ് ടേക്കൻ ഇറ്റ്.
അപ്പൊ ഞാൻ ചോദിക്കുന്നത് സനിലയോടാണ്. സനില, ഈ വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാമോ? ഷീ ഹാസ് ടേക്കൺ ഇറ്റ്. ഈ വാചകത്തിന്റെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ വാചകത്തിന്റെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് നമുക്ക് സനിലക്ക് എങ്ങനെ മനസ്സിലായി നോക്കിക്കഴിഞ്ഞാല്, സനില സബ്ജക്റ്റ് നോക്കി, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവില് ഹാവ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ എന്താണ്, വെർബ് ഉണ്ട്. ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മനസ്സിലായി? സബ്ജക്റ്റ് ആണ് ഷീ, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്, ടേക്ക് എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്ക് ഉണ്ട്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഈ സാം അല്ലെങ്കിൽ ആറോ വാസോ വേറോ ചേർത്ത് കഴിഞ്ഞാൽ തെറ്റാണ്. അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേറൊരു രീതിയിൽ. അതേതാണ് ആ രീതി എന്നാണ് നമ്മൾ നോക്കുന്നത്. തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ബൈ ദം ഇതൊക്കെ ആവുന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ കറക്റ്റ് ആണ്. അതിനകത്തൊന്നും വ്യത്യാസമില്ല, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്ട്രക്ചർ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്ക് പറയാം. ഇതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. അപ്പൊ എനിക്ക് ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ്. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർന്നു. ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലസ് ഇടാം. ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ്. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, BEEN, ബീൻ, ആ വാക്കുകൂടി അഡീഷണൽ വരും. ഓക്കെ സഫീറ. ബീൻ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം PP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. PP. യെസ്. അപ്പൊ ഞാൻ കൂടി പറയാം. ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ്, വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഇത് നമുക്ക് ഈ സെന്റൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഷീ ഹാസ് ടേക്കൺ ഇറ്റ്. അപ്പൊ ഒബ്ജക്റ്റ് എന്തെടുത്തു? ഇതെടുത്തു. ഇത് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ഇറ്റ് അത് നമുക്ക് കിട്ടി. ഇറ്റിന്റെ കൂടെ ഹാസ് വരും, ഹാവ് വരും, ഹാസ് വരും. ഇറ്റ് ഹാസ്. പിന്നെ എന്ത് ചേർക്കണം? ബീൻ എന്ന് ചേർക്കണം. ഇറ്റ് ഹാസ് ബീൻ. പിന്നെ വേണ്ടത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ അത് നമ്മളിവിടെ വേറെ അന്വേഷിച്ച് പോകണ്ട. കാരണം നമുക്ക് തന്നിരിക്കുന്ന വാചകത്തില് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. എഴുതുന്നത് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, പക്ഷെ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. യെസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് വാചകത്തിൽ ഹാസ് ഹാവ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ടേക്കൺ എന്നെടുത്ത് എഴുതിയത്. അപ്പൊ ഈ ആൻസർ എന്ത് വരും? ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ. ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ. ഇതാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ബീൻ എന്ന് പറയുന്ന ഒരു വേർഡ് കാണുമ്പോൾ അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആയിരുന്നു. ആ ടെൻസിനെ പാസീവ് വോയിസ് കൊണ്ട് മാറ്റിയിട്ടാണ് ബീൻ എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബീൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 12 ടെൻസുകളിൽ പെട്ട ടെൻസാണ്. ആ ടെൻസിനെ പാസീവ് വോയിസ് ആയിട്ട് മാറ്റി എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യെസ്. ഒന്നിന്റെ വാചകം ഞാൻ പറയാം. നിങ്ങൾക്ക് ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വാചകങ്ങളാണ്. അതൊന്ന് നമുക്കൊന്ന് മറ്റേതാണ്. യെസ്. വെരി ഗുഡ്. They have eaten, EATEN, eaten 3 apples. THREE, 3 apples. APPLES, 3 apples. They have eaten 3 apples.
യെസ്. അപ്പൊ അതിൽ നിന്ന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. whom or what. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ആദ്യം എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കുന്നു, ബീൻ ചേർക്കുന്നു, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുന്നു. ബാക്കിയുള്ളതൊക്കെ അതുപോലെയൊക്കെ തന്നെ. അതായത് ദേ ദെമ്മാവും, ഹി ഹിമ്മാവും, ഷീ. ഓക്കെ ഓക്കെ. ആപ്പിൾസ് വാങ്ങിക്കോളൂ സൗമ്യ. ഓക്കെ 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 ഓക്കെ. സാഫി, അതിൻ്റെ ആ മൂന്നാമത്തെ ഫോം എഴുതാൻ വിട്ടുപോയി. അതൊന്നും റെഡി ആയിക്കോളൂ. വെർബിന്റെ മൂന്നാമത്തെ ഫോം വിട്ടുപോയി. ഓക്കെ ഷനില. ഓക്കെ ജിബി. ഓക്കെ സാഫി. ശരി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാണ്. വിശദീകരിക്കാൻ അവരോട് പറയാം. സെന്റൻസ് ഇതാണ്. somebody has SOMEBODY. somebody has stolen 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 the book. Somebody has stolen the book. Somebody has stolen the book. Somebody has stolen the book. Okay, Sophie. Okay, Sanila. Okay, Safi. Okay, Ginny. Yes. The book has been stolen by somebody. Okay, okay. One more. They have cut down CUD. Cut down the tree. They have cut down the tree. Yes, they have cut down the tree. Okay, Sanila, correctly.
യെസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഇപ്പൊ പറയുന്ന മൂന്നെണ്ണം വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ, അത് നിങ്ങൾക്കറിയാം. ഒന്ന് വേറൊരു രീതിയിൽ പറയും. ചോദ്യം ഇതാണ്, have they seen him since May? Question mark. I will repeat the question. Have they seen him since May? Have they seen him since May? Okay. നിങ്ങളത് സ്വന്തമായിട്ട് വിശദീകരിക്കും. ഇതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുകയാണ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. Have they seen him since May? തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ ഷാഫി പറയാം. ശ്രദ്ധിച്ചോളൂ. Have they seen, S-E-E-N, seen him since, S-I-N-C-E, since May? മെയ് മുതൽ അവനെ കണ്ടു. ഇതാണ് ചോദ്യം. Have they seen him since May? ഓക്കെ സനീല. യെസ് ദ്വിതി സനീല. ഓക്കെ സനീല കറക്റ്റ് ആണ്. ഓക്കെ എന്ന് പറഞ്ഞത്. ഓക്കെ സനീല കറക്റ്റ് ആണ്. യെസ്. അപ്പോ ഇതിനകത്ത് കൺഫ്യൂഷൻ വന്നേക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആൻസർ പറയാം. ഓക്കെ, have they seen him since May? ഇതൊരു ക്വസ്റ്റ്യൻ മോഡിലുള്ള വാചകമാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമായിരുന്നു? They have seen him since May, അല്ലെ? അങ്ങനെ എഴുതാം. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ they have seen him since May. ഇങ്ങനെയാണ് വാചകം വന്നിരിക്കുന്നത് പെട്ടെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇത് പോസിറ്റീവായിട്ട് മാറ്റി എഴുതാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചുള്ള നമുക്ക് ഇത് നോക്കാം. ഓക്കെ, have they seen him since May? അപ്പൊ അത് ഒബ്ജക്റ്റ് ഏതാണ്? ആരെ കണ്ടോ? അവനെ കണ്ടോ. ഹിം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ആ ഹിം എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു മാറ്റണം. അപ്പൊ ഹിം എന്നുള്ളത് മാറ്റുമ്പോൾ എന്തായിട്ട് മാറ്റണം? ഹി എന്ന് മാറ്റണം. ഹി. ഓക്കെ, ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹിയുടെ കൂടെ എന്ത് വരും? ഹാസ് വരും. പിന്നെ ബി
ബീൻ കിട്ടി. ഇനി സീൻ എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ. ഹി ഹാസ് ബീൻ സീൻ സിൻസ് മേ ബൈ ദം. ഇത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന വാചകം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഹാവ് ആദ്യമാണ്. അപ്പോ ആൻസറിൽ ഹാവ് എന്നുള്ളത് ഹാസ് ആയിട്ടുണ്ട്. ആ ഹാസ് ആദ്യം പറയും. അപ്പൊ എന്ത് വരും? ഹാസ് ഹി ബീൻ സീൻ സിൻസ് മേ ബൈ ദം. ഹാസ് ഹി ബീൻ സീൻ സിൻസ് മേ ബൈ ദം. യെസ്. ഇതുപറ്റി ആദ്യമൊക്കെ എഴുതിയപ്പോ എല്ലാം 2-3 പേരൊക്കെ എഴുതിയതായിരുന്നു. ഇപ്പൊ സനികൾ മാത്രമേ എഴുതിയുള്ളൂ. മനസ്സിലാവുകയാണെങ്കിൽ ചോദിക്കാം. യെസ്. അടുത്തത് ഹാസ് എനിബഡി കിൽഡ് KILLED killed the dog yet. YET yet. Okay, so let's question mark it up. I will repeat the question. Has anybody killed the dog yet? Has anybody killed the dog yet? Okay. Object കണ്ടുപിടിക്കുക. നേരത്തെ എഴുതിയേക്കുന്ന സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. Has anybody killed the dog yet? Okay, Sanila. Okay, Safi, correct. Yes. Has anybody killed the dog yet? When answer ഞാൻ കൂടി പറയാം. And answer ഇതാണ്. Has the dog been killed? KILLED killed yet? Yet by anybody? Has the dog been killed yet by anybody? By anybody. Okay. ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ പാടില്ലാതെ ചോദിച്ചു. നമുക്കത് പറയാട്ടോ. യെസ്. സെയിം മോഡലുള്ള ഒരെണ്ണം കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്. Have they spoken 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 English? Okay. മതി. നോവൽ വരേണ്ടതാ മതി സാഫി. ഓക്കെ. Yes. I will repeat the question. Have they spoken English for 2 TWO 2 weeks WEEKS weeks. I will repeat. Have they spoken English for 2 weeks? Question mark.
have they spoken English for 2 weeks? Yes. Have they spoken English? Okay, Sarila, correct. Okay, Safi. Okay. Yes. അപ്പോൾ ആൻസർ ചെയ്യാൻ വായിക്കാം. Has English been spoken for 2 weeks by the? Has English been spoken for 2 weeks by the? ഞാനിനി നേരത്തെ പറഞ്ഞൊരു വ്യത്യസ്തമായ ഒരു വാചകം പറയുന്നത്. ചോദ്യം ഇതാണ്. No one, no one has examined, EXAMINED, examined the patients, PATIENTS. No one has examined the patients, PATIENTS, patients. ആരും രോഗിയെ പരിശോധിച്ചില്ല. പേഷ്യൻസ് ആണ്, പേഷ്യൻസ്. ഓക്കെ, നിങ്ങളത് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇത് 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, no one has examined the patients. ആ നോട്ട് ഹാവിന്റെയും ബീന്റെയും നടക്കുകയാണ്. സൗമ്യ, തന്നിരിക്കുന്ന വാചകം ചോദ്യമായിരുന്നില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ വഴിക്കൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ സനില. ക്വസ്റ്റ്യൻ ആക്കിയതാണ്. യെസ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം ഒരു നെഗറ്റീവ് വാചകം വേണം. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കണം എന്റെ ആൻസർ പറയുന്നത്. യെസ്, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
സാഫി ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് രീതിയിൽ എഴുതാം. ആദ്യത്തെ ഒരു രീതി ഞാൻ പറയാം. നോക്കി, നോ വൺ ഹാസ് എക്സാമിൻഡ് ദ പേഷ്യന്റ്. ആരും രോഗിയെ പരിശോധിച്ചില്ല. ആരെങ്കിലും ഓക്കെ സനില, കറക്റ്റ്. രണ്ടാമത്തെ രീതി കറക്റ്റ്. ആരെങ്കിലും പരിശോധിച്ചോ എന്നല്ല, ആരും പരിശോധിച്ചില്ല എന്ന ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആരെ പരിശോധിക്കുക? പേഷ്യന്റിനെ. അപ്പൊ പേഷ്യന്റ് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ദ പേഷ്യൻസ് അല്ലേ? പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു കൂടുതലുണ്ട്. അപ്പൊ ഹാഷ് വരില്ല, ഹാവ് വരും. അപ്പൊ ദ പേഷ്യൻസ് ഹാവ്. ഇനി എന്ത് വേണം? ഇവിടെ ഒരു നോവൺ ഉണ്ട്. ആ നോവൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ട് അല്ല എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ആ നോവണിന് പകരം നമുക്ക് ഇവിടെ ഒരു നോട്ട് ചേർക്കാം. The patients have not been. നോട്ട് ഈ നോട്ടിന് പകരം ചേർക്കാം നമ്മൾ. നോട്ട് ബീൻ എക്സാമിൻഡ്. EXAMINED എക്സാമിൻഡ് ബൈ എനിവൺ. എനിവൺ എന്നാണ്. അതായത് നോവൺ എന്നുള്ളതിന് പകരം നമ്മളൊരു നോട്ട് ചേർത്തതിന്റെ പേരിൽ പിന്നെ എന്താക്കണം? എനിവൺ എന്നാക്കണം. ഓക്കെ, അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് ഹാവ്. അത് നമ്മൾ നോട്ട് ചേർക്കുന്നില്ല. ഹാവ് ബീൻ എക്സാമിൻഡ്. ഇങ്ങനെ പറയാം, ദ പേഷ്യൻസ് ഹാവ് ബീൻ എക്സാമിൻഡ് ബൈ നോവൺ എന്നാക്കണം. നോവൺ. അപ്പോഴും നടക്കണം. രണ്ട് രീതിയിലാണ് എഴുതുക. കാരണം ഒരു വാചകത്തില് ഒരു നെഗറ്റീവ് വേർഡ് മതി, റിപ്പീറ്റ് ചെയ്ത് വരണ്ടെണ്ണം വേണ്ട. അപ്പൊ അതിന്റെ പേരില് നോട്ട് നമ്മൾ ചേർക്കുന്നില്ല എങ്കിൽ നോവൺ എന്നാക്കണം. നോട്ട് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ബൈ എനിവൺ എന്നാണ്. ഓക്കെ, അതാണ് ശ്രദ്ധിച്ചാൽ. സെയിം മോഡ് ഞാൻ അവരോട് പറയാം. നോബഡി, NOBODY, നോബഡി ഹാസ് റിട്ടൺ, WRITTEN, റിട്ടൺ the essay, 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 yet, yet. ഞാൻ വായിച്ചു കൊടുത്തില്ല. നോബഡി ഹാസ് റിട്ടൺ ദ എസ്സേ യെറ്റ്. ആരും ഇതുവരെ ആ എസ്സേ എഴുതി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ശരിയില്ല, കറക്റ്റ്. ഒരു എട്ട് കൂടി ചേർന്നു. ആ ബൈ തൊട്ട് മുന്നേ ഒരു 8 കൂടി ചേർന്നു. ഓക്കെ, സരിത കറക്റ്റ്. രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാം. യെസ്, അപ്പൊ ഞാൻ എന്റെ ആൻസർ ഒന്ന് പറയാം, നോക്കിക്കൊള്ളുക. Nobody has written the essay yet. Another രീതി, the essay has not been written yet by anybody. അതുപോലെ രണ്ടാമത്തേത്, the essay has been written yet by nobody. Okay, രണ്ട് രീതി നമുക്ക് ചെയ്യാം.
അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാണ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് 3, 2, 5, 6 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് അടുത്തൊരു പാസീവ് വോയിസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി സാഫി ഓക്കെ, മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, സോറി. ഓക്കെ സാഫി, ഓക്കെ, വെരി ഗുഡ്. യെസ്, രാഖി രാമചന്ദ്രൻ. രാഖി, യെസ്. അമീന സിദ്ദിഖ്. യെസ്. ഹൈപ്പർ ന്യൂട്ടൺ. യെസ്. സനില VS. സർ. ഓക്കെ, വെരി ഗുഡ്. ഓ, ഞാൻ എത്ര പേരെ വിളിച്ചതിന് ശേഷം ഒരാളെ കിട്ടിയത്. ഓക്കെ സനില. ഓക്കെ. അപ്പൊ സനില, ഹൗ ആർ യു? ഐ ആം ഫൈൻ സർ. ഓക്കെ, ഞാൻ കുറച്ച് മലയാളം വേരുകൾ പറയുകയാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ്, അതായത് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടികളൊത്ത് സനില പോവുകയാണ്. അവര് ഓടുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയുകയാണ് ഓട്ടം നിർത്തുക എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ ഒന്ന് പറയാം. കുട്ടികള് പുറത്തു പോയി കഴിഞ്ഞപ്പോ അവർ കൈയൊക്കെ വിട്ടുപോയി തോന്നിയ വശത്തേക്ക് ഓടിപ്പോയപ്പോ അവരോട് ഇംഗ്ലീഷിൽ പറയുകയാണ് ഓട്ടം നിർത്തുക. ഡു നോട്ട് റൺ. യെസ്. അല്ലെങ്കിൽ ഡോണ്ട് റൺ എന്ന് പറയുന്നത്. യെസ്. വിളി വേറൊരു വാചകം. കറക്റ്റാണ്, കുഴപ്പമില്ലായിട്ടല്ല, കുറച്ചുകൂടി ലളിതമായിട്ടും. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. കീർത്തന പറഞ്ഞു, സൗമ്യ പറഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ് റണ്ണിങ്. റണ്ണല്ല, റണ്ണിങ്, ഓട്ടം നിർത്തുക. റൺ ഓടുക പ്രസന്റൻസ് ആണ്. സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ. ജിനി, ഓക്കെ. ഷെൽവി, കറക്റ്റ് ആണ്. സ്റ്റോപ്പ് റണ്ണിങ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. യെസ്. അപ്പൊ അങ്ങനെ സനില വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സനിലയുടെ മകനോ മകളോ എതിരെ വന്നൊരാളോട് വർത്തമാനം പറഞ്ഞപ്പോ എന്തോ ഒരു കൈവിട്ടു പറഞ്ഞു. അപ്പോ സനില മകനോട് പറയുകയാണ് മാപ്പ് പറയുക. ഓക്കെ. നമുക്ക് ഏറ്റവും അധികം ലളിതമാക്കാം. സേ സോറി. അപ്പൊ അവിടെ മറ്റേ ആളാണ് നിൽക്കുന്നത്, അപ്പൊ അയാളോടാണെന്ന് പറയാം. ഓക്കെ, സേ സോറി. ഓക്കെ. സ്റ്റോപ്പ് റണ്ണിങ് ആയി. സേ സോറി. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പോ സനില ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോ ഒരാളുടെ കയ്യിൽ തിക്താനുഭവം ഉണ്ടായി. നിങ്ങൾ കാണിച്ച ആ ആത്മാർത്ഥത തിരിച്ചു കിട്ടിയില്ല. അപ്പോ അദ്ദേഹത്തോട് നിങ്ങൾ പറയുകയാണ്, വിളിച്ചു നിർത്തി പറയുകയാണ്, സത്യസന്ധത പുലർത്തുക. യെസ്. സൈനികരുടെ ദേഷ്യം മുഴുവൻ ആ വാക്കിൽ ഒതുക്കുകയാണ്. സത്യസന്ധത പുലർത്തുക. തെറ്റിക്കോട്ടെ,
സത്യസന്ധത പുലർത്തുക. ആ ബ്യൂട്ടിഫുൾ നമുക്കൊന്ന് മാറ്റിയാലോ സൗമ്യ? അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു വാക്ക് വെച്ച് നോക്കി. കീപ്പ് ഹോണസ്റ്റ്. ഓക്കെ സൗമ്യ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കീപ് ഓണസ്റ്റ് എന്ന് പറയാം, പക്ഷെ കുറച്ചും കൂടി ബി ഓണസ്റ്റ് കേട്ടാ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുക എന്നാണ്. ബി എന്ന് പറഞ്ഞ വേടുന്നത്. ബി ഗുഡ്, നല്ലതായിരിക്കുക. ബി പെർഫെക്റ്റ്, പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ ബി ഓണസ്റ്റ്. വേറെ ഒന്നും പറയുന്നില്ല താങ്കൾ അവരോട് പറയാണ് ബി ഓണസ്റ്റ്, സത്യസന്ധയായിരിക്കുക. ഓക്കെ, ബി ഓണസ്റ്റ്. കീപ് ഓണസ്റ്റി എന്നുള്ള പറയാം. ബി ഓണസ്റ്റ്, HONEST. ഓക്കെ 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 യെസ്. അങ്ങനെ 10 പേരോട് കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടാനായിട്ട് സൈന്യം തീരുമാനിച്ചു. 9 പേരിലെത്തി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് 10ാമത്തെ ആള് വരുന്നത്. അപ്പൊ ഈ 9 പേര് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ ആ ദേഷ്യവും സങ്കടവും എല്ലാം മനസ്സിലൊതുക്കിയിട്ട് ആ വൈകി വന്ന ആളോട് സനില പറയുകയാണ്, കൃത്യസമയത്ത് എത്തുക, അല്ലെങ്കിൽ കൃത്യത പാലിക്കുക. ഇംഗ്ലീഷിൽ ബി ഓൺ ടൈം. വെരി ഗുഡ് വെരി ഗുഡ്. ബി ഓൺ ടൈം. ബി ഓൺ ടൈം വെച്ചാല് കീപ് ദ ടൈം ആണ്. ബി ഓൺ ടൈം. വെരി ഗുഡ് വെരി 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 ഗുഡ് വെരി ഗുഡ് യെസ്. അപ്പോ അദ്ദേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നല്ലതായിരുന്നില്ല. അപ്പൊ അതിനു കൂടി സനീല ഒരു മറുപടി പറയുകയാണ്, മര്യാദ പാലിക്കുക. അതിനുകൂടി വെരി ഗുഡ് വെരി ഗുഡ്, നല്ല വാചകമാണ്. ബി പൊളൈറ്റ്. അപ്പൊ എന്ത് പറയാണ്? മര്യാദ പാലിക്കുക. ബി പൊളൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓട്ടം നിർത്തുക എന്ന് സ്റ്റോപ്പ് റണ്ണിങ്. മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ സേ സോറി പറഞ്ഞാൽ മതി. സത്യസന്ധമായിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബി ഓണസ്റ്റ്. ആ ഓണസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ മാറ്റി ചേർത്താൽ മതി. ഇനി കൃത്യസമയം പാലിക്കുക എന്നുള്ള ബി ഓൺ ടൈം. ബി ഓൺ ടൈം, ഓൺ ടൈം. ഇനി മര്യാദ പാലിക്കുക എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു ബി പൊളൈറ്റ്. ഓക്കെ ഓക്കെ സനീല, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ 1-2 ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. യെസ്, ഓക്കെ, ഗെറ്റ് റെഡി. Yes. ഞാനൊരു ജംബിൾഡ് ഓർഡറിലുള്ള ഒരു വേർഡാണ് പറയുന്നത്. സ്പെല്ലിംഗ് അങ്ങനെ ഞാൻ മാറിക്കിടക്കുകയും. അപ്പോ നിങ്ങൾ അതിൽ നിന്നും കറക്റ്റ് സ്പെല്ലിങ്ങിലോട്ട് മാറ്റണം. ഇനി നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എളുപ്പമെത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ പറയാം. ഇതെല്ലാം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഓൾ ആർ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഹൗസ് ഹോൾഡ് ഐറ്റംസ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഓൾ ആർ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അപ്പൊ ഞാൻ പറയുന്ന സ്പെല്ലിംഗ് അകത്ത് എഴുതിയാൽ മതി. OMBRO. OMBRO. Yes. Okay, Salila, you are right. It is brew. Shafi, okay. Jimmy Jody, okay, okay, okay. Chule എന്ന് പറയുന്ന സംഗതിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ആ ഒരു ലൈനിൽ പിടിച്ചിട്ട് വന്നാൽ മതി.
Okay, okay, okay. Very good, very good, very good. Yes. അടുത്തത് R M വീണ്ടും R ഒരാറും കൂടി O I. I will repeat. R M R R O I. Arya, you are right. Hyper, Sanila, Safi, Jilly. It's the correct answer. That is household item is mirror. Mirror. Okay, okay, okay. Choice that now. Oh, sorry. Yes. About the matter. Another household items in the okay. അത് ഞാൻ അടുത്ത് പറയാം. അത് നിങ്ങൾ ചോദിച്ചാണെന്ന് പറയണേ. Mirror. Okay. ALRI. ALRI. ഇത് household item അല്ല. It is a currency. It is a currency. ALRI. റിയൽ. ഇത് ചോദിച്ചാലോ? ഓക്കെ, കീർത്തന സൗമ്യ. ഓക്കെ. അപ്പൊ ഞാൻ ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ നിന്ന് പോന്നല്ലോ. അപ്പൊ ഞാൻ കറൻസിയിലോട്ട് വരണം. കറൻസി. ഓക്കെ. ഇനി പറയാൻ പോകുന്നത് മുഴുവൻ കറൻസിയാണ്. യെസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. UEOR. UEOR. It is a name of a currency. Okay. Soumya spelling important. Euro is okay. Sanila, idea, Gini, Tasni, Gini, Soumya. Okay. Euro. Okay. Safi, correct. EUR. Euro. Another. Third one. ENY. ENY. It is also the name of a currency. Okay, Safi? Jini, okay? Kirtana, okay? Ari, okay? Amina, Soumya, okay. Yen. It's a correct answer. Yen. Okay, Sanila? Correct. Another. LRAOLD. Okay, hyper. പറഞ്ഞു പോയപ്പോൾ തന്നെ ഹൈപ്പർ പിടികിട്ടുന്നുള്ളൂ. ഡോളർ. ഓക്കെ, സാഫി, ജിനി, അമിന. ഓക്കെ. സരില, ആര്യ. ഓക്കെ, സൗമ്യ, ഡോളർ. കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് HARPU. HARIPU. It is also the name of a currency. ഇത്രയും പറയാൻ താമസിച്ചതുകൊണ്ട് ഞാനൊരു ക്ലൂ കൂടെയാണ്. നിങ്ങൾ ഈ കറൻസി ഉപയോഗിച്ചിട്ടുണ്ടോ? HARIPU. Yes. Sanila. Rupiah. Okay, Dasni. Arya. Okay. RUPIAH. RUPIAH. Yes. അടുത്തത് ഓക്കെ. അടുത്തത് കറൻസി എന്നുള്ളതിൽ നിന്ന് മാറുകയാണ്. ഇനി അടുത്തത് കഴിഞ്ഞ് നോക്കാം.
അത് ഓരോ സബ്ജക്റ്റുകളാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളില്ലേ, അതാണ് ഓരോ സബ്ജക്ട്സ് ആണ്. ഓക്കെ, പറയാം. ആദ്യത്തേത് TSMAH. ഓക്കെ, ഷാഫി, ആര്യ, കീർത്തന, ജിനി, സൗമ്യ, അമിന, തസ്ലി, സൗമ്യ, സനില. Okay. It's a correct answer. Yes. Very good. Yes. അടുത്തത് IYCSPHS. ഓ, അത് മുഴുവനാക്കാനുള്ള സമയം പോലും സൗമ്യ തന്നില്ല. സൗമ്യ, തസ്നി, ജിനി, ഷാഫി, ആര്യ. The correct answer, Sanila, is physics. Okay. It's a correct answer. Yes. അടുത്തത് COMECNIOS. തസ്നി ഒന്നുകൂടി നോക്ക്, ആര്യ ഒന്നുകൂടി നോക്ക്. ആ, ഓക്കെ, ഫസ്റ്റ് ആൻസർ കറക്റ്റ് വന്നത് കീർത്തനയാണ് കേട്ടോ. യെസ്. ഓക്കെ. ഇക്കണോമിക്സ്. ഓക്കെ. സാഫി, തസ്നി, ജിനി, സൗമ്യ, കറക്റ്റ്. നിങ്ങൾക്ക് അറിയാമായിരുന്നു, നിങ്ങളത് അത്രയൊക്കെ COM വന്നപ്പോ തന്നെ കോമേഴ്സിലോട്ട് പോയതാണ്. ഓക്കെ, സനില, വെരി ഗുഡ്. യെസ്, ഇക്കണോമിക്സ്. അടുത്തത് MTRISHYEC. MTRI. Okay, Tasni is a correct answer. Tasni, Soumya, Ginny, Shafi, Jishna. Okay. The answer is chemistry. Okay. Next, SLIGNEH. ഓക്കെ, തസ്നി നമ്മുടെ വിഷയമാണ്. ഷാഫി, ജിനി, ആര്യ, കീർത്തന, സൗമ്യ, സനില, ജിഷ, പ്രകാശ്. Okay. It's a correct answer. The answer is English. അടുത്തത് ICSVCI. Okay, Dasni. Yes. Okay. The answer is right. The answer is civics. Okay. So I ask you the last question. HARPYGOE.
Soumya is the correct one. Okay, Shafi, Ginny, Johnny, correct. Okay, Sahila, Shilpa, Jishna. Okay, the correct answer is geography. Okay, very good. Okay, so ഇന്നത്തെ നമ്മുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പൈസീവ് വോയിസിനെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, കീർത്തന.